Hello students, welcome to Easy Learning with Suvida. Hello students, 10th ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ്റെ കേരള പാഠാവലി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് ഓണം എക്സാമിന്, അതായത് ഫസ്റ്റ് ടൈം കേരള പാഠാവലി എക്സാമിന് ലഭിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താവുന്നതാണ്. 40 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് നോക്കാം, ഉത്തരസൂചിക നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ മുൻകൂട്ടി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ 1 മുതൽ 4 വരെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 മാർക്കാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ 4 ക്വസ്റ്റ്യൻ ആണുള്ളത്, 4 മാർക്ക്, 1 മാർക്ക് വീതം 4 ക്വസ്റ്റ്യന് 4 മാർക്കാണ്. ചോദ്യം 1, ഭീഷ്മ സമാനൻ അരിനിവഹത്തിനു. ഇവിടെ അരിനിവഹം എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഈ ഒരു ചോദ്യം വരുമെന്ന് ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു. ഓപ്ഷൻസ്: ധാന്യശേഖരം, ശത്രു സമൂഹം, നരിക്കൂട്ടം, പടയാളികൾ. അരിനിവഹം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ശത്രു സമൂഹം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം, ശത്രു സമൂഹം. ചോദ്യം 2, ജനകൻ മരിച്ചുപോയി, തനയൻ ഞാൻ ഒരുത്തനൻ, ജനനി തൻ്റെ ദശ ഇങ്ങനെ. സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന പാഠഭാഗത്ത് നമ്മുടെ ഹംസം പറയുന്ന വാക്കുകളാണിത്. ഹംസം ഇങ്ങനെ വിലപിക്കാനുള്ള കാരണങ്ങളിൽ പെടാത്തത് ഏത്? അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി വേണം ആൻസർ ചെയ്യാനായിരുന്നത്. വിലപിക്കാൻ കാരണങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ്, സാധാരണ പെടുന്നത് ഏതാണെന്നാണ് ചോദിക്കാറ്. അപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: കുടുംബം അനാഥമാകും എന്നോർത്ത്, ബി അമ്മയ്ക്ക് ഏക ആശ്രയവും നഷ്ടമാകുമെന്നോർത്ത്, സി തൻ്റെ വംശം ഇല്ലാതാകുമെന്നോർത്ത്, ഡി സ്വർണ്ണച്ചിറക് നഷ്ടപ്പെടും എന്നോർത്ത്. ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്. അച്ഛൻ മരിച്ചുപോയി, ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ. അപ്പോൾ എൻ്റെ കുടുംബത്തെ മറ്റാരുമില്ല, ആ ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ഞാനും കൂടെ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ന ഒരു ആശങ്കയാണ് ഈ ഹംസത്തിൻ്റെ വാക്കുകളിൽ തെളിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഏതാണ്? ബാക്കി എ, ബി, സി എന്നിവയെല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായിട്ട് കാരണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. ഓപ്ഷൻ ഡി സ്വർണ്ണച്ചിറക് നഷ്ടപ്പെടും എന്നതാണ് നമ്മുടെ കാരണങ്ങളിൽ പെടാത്തത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പിരിച്ചെഴുതിയ പദങ്ങളിൽ ശരിയായത് ഏത്? എ ഉടമയാണ്, ഉടമയാണ്. ബി മായക്കാഴ്ചകൾ, മായ, കാഴ്ചകൾ. സി ഇരിക്കുകയാണ്, ഇരിക്കുക, ആണ്. ഡി ഊട്ടിയാൽ, ഊടി, ആൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്നത് ഇരിക്കുകയാണ്, ഇരിക്കുക, ആണ്, അതാണ് ശരി. ബാക്കി എല്ലാം തെറ്റാണ്. ഇനി നാലാമത്തെ ചോദ്യം നോക്കുക. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. പ്രകാശ് രാജ്. ഈ വാക്യത്തിൻ്റെ ആശയത്തോട് യോജിക്കുന്ന പ്രസ്താവന ഏത്? മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്ത് നിന്ന് പ്രകാശ് രാജിൻ്റെ ലേഖനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണിത്. പ്രകാശ് രാജിൻ്റെ വാക്കുകളാണിത്. അപ്പോൾ ഈ വാക്യത്തോട് യോജിക്കുന്ന പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് 2 ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻസ് അല്ല, 2 തരത്തിലുള്ള പ്രസ്താവനയാണ് കൊടുത്തിട്ടുള്ളത്. 1, മാതൃഭാഷയോടുള്ള അവഗണനയ്ക്ക് കാരണം ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. 2, മാതൃഭാഷ ഭാവി ജീവിതം സുരക്ഷിതമാക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, വാക്യം എന്താണ്? ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ് എന്നാണ് പ്രകാശ് രാജ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭാവിക്ക് എന്തോ തടസ്സമാണ് നമ്മുടെ മാതൃഭാഷ എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ഭാവിയിൽ നമുക്ക് ഒരു നിലയിൽ എത്തിച്ചേരാൻ നമ്മുടെ ഭാഷ കൊണ്ട് മാത്രം, മാതൃഭാഷ കൊണ്ട് മാത്രം സാധിക്കില്ല എന്നുള്ള പേടിയാണ് മാതൃഭാഷ നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ കാരണമെന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? 1 മാത്രം യോജിക്കുന്നു, 2 മാത്രം യോജിക്കുന്നു, 2ഉം യോജിക്കുന്നു, 2ഉം യോജിക്കുന്നില്ല. അപ്പോൾ ഈ വാക്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് 1ാമത്തെ പ്രസ്താവനയാണ്. ഏതാണ്? എ 1 മാത്രം യോജിക്കുന്നു. മാതൃഭാഷയോടുള്ള അവഗണനയ്ക്ക് പ്രധാന കാരണം ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ്. അതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ 1ാമത്തെ ഓപ്ഷനായിട്ടുള്ള എ ആണ് നമ്മുടെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. 5 മുതൽ 7 വരെ. അതിന് മുൻപായി നിങ്ങൾ ഈ 4 മാർക്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്തെന്ന് നോക്കുക. ഓക്കെ,
അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3 4 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 3 മാർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു പാരഗ്രാഫൊക്കെ എഴുതിയാൽ മതിയാവും. 3 മാർക്ക് വീതം 3 ക്വസ്റ്റ്യൻസിന് 9 മാർക്കാണ് ഈ ഒരു പാർട്ടിലുള്ളത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ചൊല്ലുവാനാവതിൽ എങ്കിലും ഒട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ. ഈ ഒരു ഭാഗം നമ്മൾ മോഡൽ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കഥകൾ അതിമോഹനം എന്ന കവിതയിൽ നിന്ന്. എഴുത്തച്ഛൻ കവിതയുടെ എന്തൊക്കെ സവിശേഷതകളാണ് ഈ വരികളിൽ തെളിയുന്നത്? നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുത്തച്ഛൻ കൃതികളുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എഴുത്തച്ഛൻ്റെ കവിതകളുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് ഇവിടെ ഉള്ളത്? അപ്പോൾ 5ാമത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എഴുതേണ്ടിയിരുന്നത് മഹാഭാരതത്തെ 21 പർവ്വങ്ങളാക്കി വിഭജിച്ചു കഥ പറഞ്ഞിരിക്കുന്നു. പിന്നീട് സ്വതന്ത്ര വിവർത്തനമാണ് എഴുത്തച്ഛൻ്റേത്. അപ്പോൾ എപ്പോഴും സ്വതന്ത്ര വിവർത്തനമാണ് എഴുത്തച്ഛൻ നടത്തുക. അതേപോലെ തന്നെ എഴുതില്ല. അദ്ദേഹത്തിൻ്റെയും കൂടി വാക്യങ്ങൾ, അദ്ദേഹത്തിൻ്റെയും കൂടി ആശയങ്ങൾ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം വിവർത്തനം ചെയ്യാറുള്ളത്. വ്യാസഭാരതത്തിൽ വിസ്തരിച്ച് വർണ്ണിച്ചവ സാരാംശം നഷ്ടപ്പെടാതെ കനക്കെ ചുരുക്കിയിരിക്കുന്നു. കനക്കെ ചുരുക്കി ഞാൻ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വ്യാസൻ എഴുതിയ മഹാഭാരതത്തെ അതേപടി തർജ്ജമ ചെയ്യുകയല്ല എഴുത്തച്ഛൻ ചെയ്തിരുന്നത്. അതിന് പകരം അദ്ദേഹം അതിൻ്റെ സാരാംശം ഉൾപ്പെടുത്തിക്കൊണ്ട്, ഒട്ടും സാരാംശം ചോർന്നു പോകാതെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അത് ചുരുക്കിയാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. സാധാരണക്കാരന് മനസ്സിലാവുന്ന വളരെ ലളിതമായിട്ടുള്ള ഭാഷാശൈലിയും വാക്കുകളും ഒക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കനക്കെ ചുരുക്കി ഞാൻ എന്നത് പറയുന്നത് എന്താണ്? കിളി പറയുന്ന രീതിയിൽ എഴുത്തച്ഛൻ പറയുകയാണ്, വ്യാസ മഹാഭാരതത്തെ അതിൻ്റെ സാരാംശം നഷ്ടപ്പെടാതെ അതേപടി വിവർത്തനം ചെയ്യാതെയും തൻ്റെയും കൂടെ ആശയങ്ങൾ ഉൾപ്പെടുത്തി അർത്ഥവത്തായ മൂല്യങ്ങൾ ഉൾപ്പെടുത്തി സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ സാധാരണക്കാരൻ്റെ ഭാഷാശൈലി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി 6ാമത്തെ ചോദ്യം, അയ്യോ ഗുണവും അനവധി ദോഷമായത് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ. ഹംസത്തിൻ്റെ ഈ നിഗമനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? പ്രതികരിക്കുക. എപ്പോഴാണ് പറയുന്നത്? രാജാവ് നളൻ തന്നെ പിടിക്കുമെന്ന് തോന്നിയ വേളയിലാണ്. പിടിച്ചു അപ്പോൾ തന്നെ കൊല്ലുമെന്നുള്ള വേളയിൽ ഹംസത്തിന് തോന്നുന്ന ഒരു തോന്നലാണിത്. അയ്യോ ഗുണവും അനവധി ദോഷമായത്, നീ എന്നെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരുപാട് ദോഷങ്ങൾ വന്ന് സംഭവിക്കുമെന്നത്. അപ്പോൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഞാൻ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന് എഴുതണം. അപ്പോൾ എന്താണ്? ഹംസത്തിൻ്റെ രൂപഭംഗിയിലാണ് നളൻ ആദ്യം ആകൃഷ്ടനാകുന്നത്, അല്ലേ? അത് കാണുമ്പോൾ തീർച്ചയായും ഹംസത്തിന് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകും, തന്നെ കൊല്ലുമെന്നുള്ളത്. രൂപഭംഗി തൻ്റെ ഗുണമായി ഹംസം കാണുന്നു. ഇതിലെന്ത് മനസ്സിലാക്കാം? തൻ്റെ രൂപഭംഗി കൊണ്ടാണ് നളൻ തന്നെ പിടിച്ചതെന്ന് മനസ്സിലാക്കിയ ഹംസത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണ്? തനിക്ക് രൂപഭംഗി ഉണ്ടെന്ന്. അപ്പോൾ തീർച്ചയായും സ്വർണ്ണച്ചിറകുള്ള ഈ ഹംസത്തിന് അതിയായ രൂപഭംഗി ഉള്ളതുകൊണ്ട് തന്നെയാണ് നളൻ പിടിക്കാൻ കാരണം. ഇനി ഈ ഒരു ഗുണം, തനിക്ക് രൂപഭംഗി ഉണ്ട് എന്നുള്ളൊരു ഗുണം ഹംസത്തിന് എന്തായി മാറുകയാണ്? ദ്രോഹമായി മാറുകയാണ്. ഇനി ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായിട്ടുള്ള രീതിയിലായിരുന്നു എഴുതേണ്ടിയിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉൾക്കൊള്ളിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു നിഗമനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളാണ് അവിടെ ഉൾപ്പെടുത്തേണ്ടിയിരുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻസിന് ചോയ്സസ് ഉണ്ട്. അപ്പോൾ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുക, ഔചിത്യം, ശീർഷകം എഴുതുമ്പോൾ അതിൻ്റെ ഔചിത്യം നോക്കുന്നത് എങ്ങനെയാണ്? മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ രക്തം പോലെയാണ്. നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി ഏതാണ്? നമ്മുടെ രക്തമാണ്. മാതൃഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെറ്റമ്മയാണ്. പെറ്റമ്മയിൽ നിന്നാണ് നമ്മുടെ ശരീരത്തുള്ള എല്ലാം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മാതൃഭാഷയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉൾപ്പെടുത്തേണ്ടിയിരുന്നത് എന്തൊക്കെയാണ്? മാതൃഭാഷയായ കന്നഡയെ ജീവവായുവായിട്ട് കണ്ടിരുന്നു ആര്? നമ്മുടെ ലേഖകൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മകൾ സ്വന്തം ഭാഷ മറന്ന് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതിൽ ലേഖകന് അതിയായ കോപവും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. പിന്നെ ലേഖകന് മാതൃഭാഷയോട് വൈകാരികമായിട്ടുള്ളൊരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. അതാണ് അദ്ദേഹത്തിന് ഇത്രത്തോളം ദേഷ്യം തോന്നാൻ കാരണം. പുതുതലമുറ മാതൃഭാഷയിൽ നിന്ന് അകലുന്നതായി ലേഖകന് തോന്നുന്നു. അത് അദ്ദേഹത്തിന് വളരെയധികം അസഹനീയമായി തോന്നുന്നു. മാതൃഭാഷയെ മറക്കുമ്പോൾ സ്വന്തം നാട്, സംസ്കാരം, ഇതുപോലെയുള്ള മാതാപിതാക്കൾ, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും
നമ്മൾ പെട്ടെന്ന് മറന്നുപോകും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാകും എന്ന ഭയവും കൂടി നമ്മുടെ ലേഖകന് ഉണ്ട്. അപ്പോൾ സ്വന്തം മകൾ മാതൃഭാഷയെ മറക്കുമ്പോൾ നാളെ മാതാപിതാക്കളായ തങ്ങളെയും തങ്ങളുടെ നാടിനെയും ഒക്കെ മറന്നു, സംസ്കാരത്തെയും ഒക്കെ മറന്നു പോകും എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാം. മാതൃഭാഷ സംസാരിക്കുന്നതിലെ അന്തസ്സ്, അഭിമാനം, സാംസ്കാരിക വിനിമയ മാതൃഭാഷയാക്കുന്നതിലൂടെ സാധ്യമാകുന്നത്. അതായത് മാതൃഭാഷ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ നമ്മൾ എന്ത് കാണണം? അന്തസ്സും അഭിമാനവും കാണണം. എങ്കിൽ മാത്രമാണ് മാതൃഭാഷയിലൂടെ നമ്മുടെ സാംസ്കാരിക വിനിമയം സാധ്യമാകുകയുള്ളൂ എന്നും ഈ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാതൃഭാഷ സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ അഭിമാനത്തോടു കൂടി കാണണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന ഒരു ലേഖനത്തിൽ അദ്ദേഹം വിവരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശീർഷകം ഈ ഒരു ലേഖനത്തിന് എന്താണ്, തികച്ചും ഉചിതമാണ് എന്ന് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഉൾക്കൊള്ളിക്കണമായിരുന്നു. ഇനി എങ്കിലാണ് 3 മാർക്ക് ലഭിക്കുക. അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ആണ്, തന്നിരിക്കുന്ന വാക്യം അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കി മാറ്റി എഴുതുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ചോദ്യവും അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുന്നതും അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യങ്ങളാക്കി എഴുതുന്നതും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കുക, വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈയടിച്ചതും അധ്യാപകൻ വായനയ്ക്കുള്ള ബാഡ്ജ് തന്നെ അണിയിച്ചതും എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല. ഒറ്റ വാക്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് മാറ്റി എഴുതുക? വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈയടിച്ചു, അധ്യാപകൻ, അവിടെ വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈയടിച്ചു, അധ്യാപകൻ വായനയ്ക്കുള്ള ബാഡ്ജ് അവനെ അണിയിച്ചു. ഇനി അത് ലഘുവാക്യങ്ങളാക്കി മാറ്റി എഴുതുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 2 വാക്യങ്ങളാക്കാൻ പറഞ്ഞാലാണ് 2 ആക്കേണ്ടത്. ഇവിടെ ലഘുവാക്യങ്ങളാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് 2ഓ അതിലധികമോ വാക്യങ്ങളാക്കി എഴുതാം. ഞാനിവിടെ അത് 3 വാക്യങ്ങളാക്കിയാണ് പ്രധാനമായും മാറ്റിയിട്ടുള്ളത്. നോക്കുക, വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈയടിച്ചു. രണ്ടാമത്തത്, അധ്യാപകൻ വായനയ്ക്കുള്ള ബാഡ്ജ് അവനെ അണിയിച്ചു. 3, എന്തിനാണതെല്ലാം എന്ന് അവന് മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അത് 3 വാക്യങ്ങളാക്കി മാറ്റിയിട്ടുള്ളത്. നോക്കുക, വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈയടിച്ചു, അധ്യാപകൻ വായനയ്ക്കുള്ള ബാഡ്ജ് അവനെ അണിയിച്ചു, എന്തിനാണ് തന്നെ അണിയിച്ചതെന്ന് അവന് മനസ്സിലായില്ല. ഇത്രയും 3 വാക്യങ്ങളാക്കിയാണ് മാറ്റി എഴുതേണ്ടിയിരുന്നത്. ഇനി 8 മുതൽ 11 വരെ ചോദ്യങ്ങൾക്ക് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 5 മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അരപ്പുറം എന്ന് പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പേപ്പറിൻ്റെ സൈഡ് ഫുള്ളും എഴുതിയാൽ അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. സ്പീഡിൽ എഴുതുന്ന കുട്ടികൾക്ക് അത് ഈസി ആയിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. 5 മാർക്കാണ് ഈ ഒരു ഒരു ക്വസ്റ്റ്യനിൽ ഈ ഒരു ഭാഗത്ത്. 4 ക്വസ്റ്റ്യൻസിന് 5 മാർക്ക് വീതം 20 മാർക്കാണ് ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നത്. നോക്കുക, 8ാമത്തെ ക്വസ്റ്റ്യൻ, ഗദ്യഭാഗം വായിച്ച് ആശയം 3-1 സംഗ്രഹിച്ച് എഴുതുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗദ്യഭാഗം തരും, ആ ഒരു ഭാഗത്തെ 3-1 ചുരുക്കാനായിട്ട്. സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ സബർമതി നദിയുടെ തീരത്ത് ഗാന്ധിജി ഒരാശ്രമം സ്ഥാപിച്ചു. അഹമ്മദാബാദിനടുത്തായിരുന്നു ഇത്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും തെരഞ്ഞെടുത്ത യുവാക്കളെ ഈ ആശ്രമത്തിലെ അന്തേവാസികളാക്കി. അവരെ തൻ്റെ സിദ്ധാന്തങ്ങൾ പ്രയോഗിക്കാൻ പരിശീലിപ്പിച്ചു. നാം പലപ്പോഴും ശ്രദ്ധിക്കാതിരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൂടിയായിരുന്നു ഗാന്ധിജി തൻ്റെ അന്തേവാസികളെ ബോധവൽക്കരിച്ച് കർമ്മനിരതമാക്കിയത്. മിതവ്യയവും ശുചിത്വവും അവരുടെ ജീവിത രീതിയുടെ ഭാഗമായിരുന്നു. ഇന്ത്യയെ പോലുള്ള ഒരു ദരിദ്ര രാജ്യത്തെ പൗരന് വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും ധാരാളിത്തം പാടില്ലെന്ന് തൻ്റെ അന്തേവാസികളെ സ്വയം മാതൃക കാണിച്ചുകൊണ്ട് അദ്ദേഹം ബോധ്യപ്പെടുത്തി. അവർ ഉപയോഗിക്കുന്ന വസ്ത്രം നെയ്യുന്നത് സ്വന്തം കൈകൊണ്ട് നൂറ്റുണ്ടാക്കിയ നാരുപയോഗിച്ചായിരിക്കണം. ഇതെല്ലാം ഒരു ജീവിത രീതിക്കപ്പുറം ഒരു സമരരീതി കൂടിയാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നതായിരുന്നു ഗാന്ധിജിയുടെ വിജയം. സ്വദേശിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. കഴിവതും വിദേശീയമായ വസ്തുക്കൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കുന്ന വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം ആദ്യം ആശ്രമത്തിലെ അന്തേവാസികളോടും പിന്നീട് ജനങ്ങളോടും ആഹ്വാനം ചെയ്തു. ചർക്കയെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ഗാന്ധിജി കണ്ടു. ചർക്കയിലുണ്ടാക്കിയ ഖാദി
അർത്ഥപട്ടിണിക്കാർക്ക് ഒരു ഉപജീവന മാർഗമാക്കുന്നതോടൊപ്പം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ശക്തിയേറിയ ഒരായുധമായി മാറാൻ പോകുന്ന കാര്യം അന്ന് അധികമാരും മനസ്സിലാക്കിയിരുന്നില്ല. മുത്തച്ഛൻ പറഞ്ഞ കഥ CG ശാന്തകുമാർ. CG ശാന്തകുമാറിൻ്റെ മുത്തച്ഛൻ പറഞ്ഞ കഥ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഗദ്യഭാഗമായിരുന്നു ഇത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 3-ൽ 1 ചുരുക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഉത്തരം ഇങ്ങനെയാണ്: സബർമതി തീരത്ത് ഗാന്ധിജി ആശ്രമം സ്ഥാപിച്ചു. ഇന്ത്യയിലെ യുവാക്കളെ ആശ്രമത്തിലെ അന്തേവാസികളാക്കി സിദ്ധാന്തങ്ങൾ പരിശീലിപ്പിച്ചു. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൂടിയായിരുന്നു ഗാന്ധിജി അന്തേവാസികളെ കർമ്മനിരതമാക്കിയത്. മിതവ്യയവും ശുചിത്വവും ജീവിത രീതിയുടെ ഭാഗമാക്കി ഇന്ത്യയെ പോലുള്ള ഒരു ദരിദ്ര രാജ്യത്തിന് ആർഭാടം പാടില്ല എന്ന് സ്വയം മാതൃകയിലൂടെ കാണിച്ചു കൊടുത്തു. കൈത്തറി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് പ്രോത്സാഹിപ്പിച്ച ഗാന്ധിജിക്ക് അതിനെ ഒരു സമര രീതിയാക്കി മാറ്റാനും സാധിച്ചു. വിദേശീയമായ വസ്തുക്കൾ ഒഴിവാക്കാനും സ്വദേശീയമായി നിർമ്മിച്ചവ ഉപയോഗിക്കാനും അന്തേവാസികളോടും ജനങ്ങളോടും ആഹ്വാനം ചെയ്തു. ചർക്കയെ അർത്ഥപട്ടിണിക്കാരൻ്റെ ഉപജീവനമാർഗമായും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ശക്തമായ ഒരു ആയുധവുമായി മാറ്റാനും ഗാന്ധിജിക്ക് കഴിഞ്ഞു. അപ്പം ഇങ്ങനെയാണ് ഇതിനെ ചുരുക്കി എഴുതുക. നിങ്ങൾ എഴുതിയ രീതി എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് 3-ൽ 1 ഭാഗമായി ചുരുക്കണം. ഇതിൻ്റെ ആശയങ്ങളൊന്നും ചോർന്നു പോകാനും പാടില്ല, അത്രയേ ഉള്ളൂ. ഞാൻ വായിച്ചതുപോലെ തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി 9ാമത്തെ ചോദ്യം നോക്കുക. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാൻ്റെ വളരെ പ്രധാനപ്പെട്ട വരികളാണിത്. ഈ വരികളിലെയും സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന കാവ്യഭാഗത്തെയും ആശയതലം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. താരതമ്യക്കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. താരതമ്യക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ രീതിയിലാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ കുമാരനാശാൻ്റെ വരികളെയും സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന കവിതയും തമ്മിൽ ആ കാവ്യഭാഗത്തെയും ആശയതലങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്താണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് നോക്കാം. മനുഷ്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിനുള്ള പ്രാധാന്യമാണ് ഇരുഭാഗങ്ങളും ചർച്ച ചെയ്യുന്നത്, അല്ലേ? അതായത് 2 കവിതകളിലും പറയുന്ന എന്താണ്? രണ്ട് കൃതികളിലും പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യപ്പെടും. മനുഷ്യ ജീവിതത്തിൽ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യം അനിവാര്യമാണ്. മനുഷ്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിനുള്ള പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് ഈ 2 കൃതികളിലും വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ എന്താണ്? സ്വാതന്ത്ര്യം തന്നെയാണ് അമൃതവും ജീവിതവും. 2 കൃതികളും വെച്ച് നോക്കുമ്പോൾ സ്വാതന്ത്ര്യം തന്നെയാണ് ഏറ്റവും അമൃത്, അതുപോലെ തന്നെ ഏറ്റവും നമ്മുടെ ജീവന് ഉതകുന്ന ജീവവായു എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അഭിമാനികൾക്ക് പോലും മരണത്തെക്കാൾ ഭയമുണ്ടാക്കുന്നതാണ്. സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഭിമാനമുള്ളവർക്ക്, ജീവിതത്തെക്കുറിച്ച് തങ്ങളുടേതായ കാഴ്ചപ്പാടുള്ളവർക്ക് എപ്പോഴും എന്താണ്? മരണത്തെക്കാൾ ഭയാനകം ആയിരിക്കും. പിന്നെ സ്വാതന്ത്ര്യം ശാരീരികമായും മാനസികവുമായുള്ള ബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ്. അതായത് നമ്മളെ ശാരീരികമായും മാനസികമായും ഒരാൾക്ക് ബന്ധനസ്ഥനാക്കി വെക്കാൻ കഴിയും. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ ബന്ധനത്തിൽ നിന്നുള്ള മോചനം ആണ്. അതുപോലെ തന്നെ പലവിധ ചിന്തകളാൽ ബന്ധിതനായ നടൻ ഹംസത്തെ ശാരീരികമായി ബന്ധിക്കുന്നു. അപ്പോൾ പലതരത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, തൻ്റെ പ്രണയിനിയെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്ന നടൻ പെട്ടെന്ന് തന്നെ വളരെ സ്വർണ്ണവർണ്ണമുള്ള മനോഹരമായ ഒരു ഹംസത്തെ കണ്ടപ്പോൾ അതിനെ ശാരീരികമായി ബന്ധിപ്പിക്കുന്നു. പക്ഷെ മാനസികമായി അതിനെ ബന്ധിപ്പിക്കാൻ നടന് കഴിയുന്നില്ല. ഹംസത്തിൻ്റെ മനസ്സെപ്പോഴും എവിടെയാണ്? തൻ്റെ കുടുംബത്തോടൊപ്പമായിരുന്നു. ബന്ധിക്കപ്പെടുന്നതോടെ ഹംസത്തിൽ മരണഭയം ഉടലെടുക്കുന്നു. കണ്ടോ? അപ്പോൾ അവിടെ ഈ കവിതയുമായിട്ടുള്ള കുമാരനാശാൻ്റെ കവിതയുമായിട്ടുള്ള ഒരു ആശയതലം സാമ്യമാകുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം, മരണത്തെക്കാൾ ഭയങ്കരമാണ് താനൊരു ചങ്ങലയിൽ അടയ്ക്കപ്പെടുന്നത് എന്നത്. ഹംസത്തിന് ഇവിടെ അറിയാം, ചിലപ്പോൾ തന്നെ കൊല്ലുമായിരിക്കില്ല, പക്ഷെ തന്നെ കൂട്ടിലടയ്ക്കപ്പെട്ടാൽ പോലും എന്താണ്? അത് തനിക്ക് ഏറ്റവും മൃതിയേക്കാൾ ഭയാനകമാണ് എന്ന് ഈ ഹംസത്തിന് അറിയാം. അതുകൊണ്ടാണ് അത് പലതരത്തിലുള്ള വ്യാകുല ചിന്തകളിലേക്ക് പോയതും. അപ്പോൾ ഈ 2 കവിതകളിലും എന്താണ്? ആശയതലം ഒരേപോലെയാണ്, ഒരേ തരത്തിലുള്ള ആശയങ്ങളാണ് ഈ 2 കൃതികളിലും
നമുക്ക് വ്യക്തമാക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് കൃതികളിലും ഒരേ തരത്തിലുള്ള ആശയമാണ് ചിത്രീകരിക്കപ്പെടുന്നതെന്ന്. അപ്പോൾ ഈ രീതിയിൽ ഈ പോയിന്റുകളെല്ലാം ഉൾക്കൊള്ളിച്ച് വേണമായിരുന്നു നിങ്ങൾ എഴുതേണ്ടിയിരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടിയന്തരമാ ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ വേണം, ഇല്ലെന്നാൽ രാജിവെക്കുന്നു, മന്ദിക്കണം. റെസിഡന്റ് എഡിറ്റർ. മാധ്യമരംഗത്തെ അധാർമിക പ്രവണതകൾ തുറന്നു കാണിക്കുന്ന കഥയാണോ റെസിഡന്റ് എഡിറ്റർ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അപ്പോൾ തീർച്ചയായും മാധ്യമരംഗത്തെ അധാർമിക പ്രവണതകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കഥ തന്നെയാണ് റെസിഡന്റ് എഡിറ്റർ, അല്ലേ? അപ്പോൾ അച്ചടി മാധ്യമരംഗത്തെ അധാർമിക പ്രവണതകളാണ് കഥാസന്ദർഭം സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം തന്നെ പറയാം. പിന്നീട് എന്ത് പറയാം? വെങ്കടേശ്വര അയ്യങ്കാർക്ക് ശേഷം പത്രത്തിൽ വന്നവർ ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ ആവുകയും അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിക്കാതെയും പോകുന്നതിലെ ഒരു നീരസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ അയ്യങ്കാർക്കുള്ള നിരാശയും നീരസവുമാണ് ഈ വാക്കുകളിൽ പ്രകടമാവുന്നത്. സ്ഥാനമാനങ്ങളും ധനവും നേടിയെടുക്കാനുള്ള ശ്രമം മാധ്യമ മേഖലയിലും കാണാൻ കഴിയുന്നു എന്ന് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതായത് എന്താണ്, വാർത്തകൾ എപ്രകാരം കൊടുത്താലും തൻ്റെ സ്ഥാനമാനങ്ങൾക്കും തനിക്ക് കിട്ടുന്ന പണവും തനിക്ക് കിട്ടുന്ന സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളും ഒക്കെ തന്നെയാണ് ഏതൊരു രംഗത്തും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെയാണ് അത്രത്തോളം ധാർമ്മികമായി തൻ്റെ ജോലി ചെയ്യേണ്ട മാധ്യമപ്രവർത്തകർ പോലും പണത്തിൻ്റെയും പ്രശസ്തിയുടെയും പുറകെയാണ് എന്ന് കൃത്യമായി കാണിച്ചു തരുന്ന ഒരു കഥയായിരുന്നു റെസിഡന്റ് എഡിറ്റർ. ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തണമായിരുന്നു. ഇനി ഇങ്ങനെ നമ്മളൊരു കാർട്ടൂണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ 11ാമത്തെ ചോദ്യം എന്നത് എ ക്വസ്റ്റ്യൻ കാർട്ടൂൺ. നോക്കിക്കേ. ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു, അമ്മ എന്താ വാട്സാപ്പ് നോക്കാഞ്ഞത് എന്നാണ് ഒരു കുട്ടി വന്ന് പറയുന്നത്. കാർട്ടൂൺ സദാശിവൻ ഇരിയണ്ണി എന്ന കാർട്ടൂണിസ്റ്റിൻ്റെ കാർട്ടൂണാണ്, അല്ലേ? കാർട്ടൂണും അന്നന്നത്തെ മോക്ഷം എന്ന പാഠഭാഗവും വിശകലനം ചെയ്ത് നവമാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നോക്കുക, അന്നന്നത്തെ മോക്ഷം എന്നത് ആ ഒരു പാഠഭാഗം, ആ ഒരു കവിത ഏതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? നവമാധ്യമങ്ങളുടെ തെറ്റായ പ്രവണത, അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം, നവമാധ്യമങ്ങൾ പുതുതലമുറയെ എങ്ങനെ നീരാളിപ്പിടിയിൽ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു അന്നന്നത്തെ മോക്ഷം എന്ന കവിതയിൽ നമ്മൾ കണ്ടത്, അല്ലേ? കേവലം ലൈക്കിനും ഇതിനുമൊക്കെ കമൻറ്റിനുമൊക്കെ വേണ്ടി ജീവിക്കുന്ന ഒരു തലമുറയുടെ പരിഹാസ രൂപേണ ആ തലമുറയെ കാണിക്കുന്ന അല്ലെങ്കിൽ ചിത്രീകരിക്കുന്ന ഒരു കവിതയായിരുന്നു അത്. അപ്പോൾ ഈ അന്നന്നത്തെ മോക്ഷം എന്ന പാഠഭാഗവും ഈ ഒരു കാർട്ടൂണും കൂടി വിശകലനം ചെയ്തിട്ട് നവമാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് കുറിപ്പ് തയ്യാറാക്കാൻ ഉണ്ടായിരുന്നത്. അപ്പം നമുക്കറിയാം ഇതെന്താണ്, ഇതിൽ കുട്ടി തൻ്റെ അത്യാവശ്യ കാര്യമായിട്ടുള്ള വെള്ളത്തിന് പോലും അമ്മയ്ക്ക് മെസ്സേജ് അയക്കുന്ന ഒരവസ്ഥയാണ്. വന്ന് പറയേണ്ടതേ ഉള്ളൂ, ആ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ആ കുട്ടിയും. പക്ഷെ അമ്മയോടൊന്ന് പറയുകയാണ്, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ഞാൻ അമ്മയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു, അമ്മ എന്താണ് വാട്സാപ്പ് നോക്കാഞ്ഞതെന്ത്? അപ്പോൾ നോക്കുക, അതിൽ തന്നെ എന്തോ ഒരു വിരോധാഭാസമാണെന്ന്. അയക്കുന്നത് കൃത്യമായി അമ്മ കാണണമെന്ന നിർബന്ധം അവിടെയുണ്ട്. അമ്മയോട് വന്ന് പറയുകയാണ് എന്തുകൊണ്ട് അമ്മ കണ്ടില്ല എന്ന്. അവൻ്റെ ആവശ്യമാണ്, അവൻ്റെ അത്യാവശ്യമാണ് വെള്ളമെന്ന് എന്നത്, എന്നിട്ട് പോലും അത് വന്ന് പറയാനുള്ള ഒരു സാവകാശം ആ കുട്ടിക്കില്ല. അത് മെസ്സേജ് അയച്ചിട്ട് അമ്മ കണ്ടില്ല, കാണണമെന്ന് നിർബന്ധവും കൂടി അവൻ്റെ വാക്കുകളിൽ ഉണ്ട്. നവമാധ്യമങ്ങൾ യുവതലമുറയിൽ ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ വൈപുല്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മാറിയ കേരളീയ സമൂഹത്തിൻ്റെ സവിശേഷമായ ഒരു മുഖം കാർട്ടൂണിൽ നമുക്ക് നിശ്ചയമായിട്ടും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ജീവിതത്തെ ലാഘവ മനോഭാവത്തോടെ നോക്കിക്കാണുന്ന പുതിയ ലോകത്തെ നമുക്കിവിടെ ദർശിക്കാൻ കഴിയും. തൻ്റെ അത്യാവശ്യ കാര്യങ്ങളിൽ പോലും നവമാധ്യമങ്ങളിലൂടെ പ്രകടിപ്പിക്കാൻ വെമ്പുന്ന അങ്ങനത്തെ വരെയുള്ള ഒരു തലമുറയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ആണ്, ഉനക്ക് എന്നെ വേണം. വെങ്കടേശൻ പറഞ്ഞു, ചീഫ് റിപ്പോർട്ടർ ആവണം. പ്രത്യുൽപ്പന്നമതിയും കൊതിയനുമായ ഉനക്ക് അത് റൊമ്പം ചിന്ന പോസ്റ്റ്. വേറെ എന്നാ വേണം? റെസിഡന്റ് എഡിറ്റർ. തന്നിരിക്കുന്ന സന്ദർഭവും കഥയും പരിഗണിച്ച് വെങ്കടേശ്വര അയ്യങ്കാർ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ നിരൂപണം ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്?
വെങ്കടേശ്വര അയ്യങ്കാർ എന്ന് ഹെഡിങ് കൊടുക്കുക. കഥാപാത്ര നിരൂപണം വെങ്കടേശ്വര അയ്യങ്കാർ എന്ന് കൊടുക്കുക. ഇനി എഴുതേണ്ടത് റെസിഡൻറ്റ് എഡിറ്റർ എന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണ് വെങ്കടേശ്വര അയ്യങ്കാർ. സ്വാമിയുടെ പത്രത്തിലെ ഒരു ഇടത്തരം റിപ്പോർട്ടർ ആണ് ഇദ്ദേഹം. മെയ്യനങ്ങാ വേലകൾ മാത്രമാണ് ഇദ്ദേഹം ചെയ്തിരുന്നത് എങ്കിലും പ്രസിദ്ധിയും പ്രമോഷനും ആഗ്രഹിക്കുന്ന റിപ്പോർട്ടറാണ് വെങ്കടേശ്വര അയ്യങ്കാർ. ശാസ്ത്രിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് പത്രസ്വാമിക്ക് ഇഷ്ടപ്പെടുന്നു എങ്കിലും അദ്ദേഹത്തിന് പ്രമോഷൻ ലഭിക്കുന്നില്ല. അധികാരമോഹവും അത്യാഗ്രഹവും പത്രസ്വാമിയെ കണ്ട് പ്രമോഷൻ വേണമെന്ന് ഇദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നതിലേക്ക് എത്തിക്കുന്നു. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ ഭ്രമത്തെ ആക്ഷേപഹാസ്യ രൂപത്തിലൂടെ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് വെങ്കടേശ്വര അയ്യങ്കാർ. പത്രമാധ്യമ രംഗത്തെ അനാരോഗ്യ പ്രവണതകളെ അവതരിപ്പിക്കുന്നതിൽ ഈ കഥാപാത്രം സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നത്. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 7 മാർക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഒരു പുറത്തിൽ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഒരു സൈഡും സെക്കൻഡ് സൈഡിൻ്റെ ഒരു ഹാഫും എങ്കിലും എഴുതാൻ ശ്രമിക്കണമായിരുന്നു. എങ്കിലാണ് 7 മാർക്ക് ലഭിക്കുകയുള്ളൂ. അതിൽ ചുമ്മാ എഴുതി വെച്ചാൽ പോരാ. ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എഴുതേണ്ടത്. 12ാമത്തെ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഒരാളോട് അയാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ കടക്കുന്നു. അയാളുടെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നു. നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത്. വളരെ പ്രശസ്തമായിട്ടുള്ള നെൽസൺ മണ്ടേലയുടെ കോട്ടാണിത്. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെ പോലെ, എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട്. പ്രകാശ് രാജ്. തന്നിരിക്കുന്ന വാക്യങ്ങളും പാഠഭാഗവും വിശകലനം ചെയ്ത് എൻ്റെ ഭാഷ എൻ്റെ അഭിമാനം എന്ന വിഷയത്തിൽ സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള പ്രഭാഷണം തയ്യാറാക്കുക. ഇങ്ങനൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടും വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് പ്രഭാഷണം തയ്യാറാക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി പ്രഭാഷണത്തിന് ആദ്യം വേണ്ടത് അതിൻ്റെ ഘടനയായിരുന്നു, അതിൻ്റെ ഒരു ഫോർമാറ്റ് ആയിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ചെയ്യേണ്ടത് അഭിസംബോധനയാണ്. പിന്നീട് എന്താണ് നമ്മുടെ വിഷയമെന്ന് ഉള്ള ആമുഖത്തിലേക്ക് കടക്കുക. ഇനി അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ടാണ്. ഇനി ആശയ വ്യക്തതയോടുകൂടി പിന്നീട് എന്താണ്, ലാസ്റ്റാണ് ഉപസംഹാരം വരുന്നത്. നമ്മൾ ഈ ഒരു പ്രഭാഷണം എഴുതുമ്പോൾ ആശയ വ്യക്തതയോടുകൂടി വേണം എഴുതാൻ. ഓരോ പോയിന്റും കൃത്യമായിട്ടുള്ള ആശയം നമ്മൾ പ്രകടിപ്പിക്കണം. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടിയിരുന്നത്? മാതൃഭാഷയുടെ പ്രാധാന്യം അത് വളരെ വ്യക്തമാക്കി എഴുതണമായിരുന്നു. മാതൃഭാഷയും മലയാളിയും എന്നതും കൂടി എടുത്തെഴുതുക. നെൽസൺ മണ്ടേലയുടെയും പ്രകാശ് രാജിൻ്റെയും അഭിപ്രായങ്ങളുടെ പ്രാധാന്യം ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. നെൽസൺ മണ്ടേല എന്താണ് പറയുന്നത്? ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്ന മനസ്സിലാകുന്ന ഭാഷയിൽ, ഏതെങ്കിലും മനസ്സിലാകുന്ന ഭാഷയിൽ, അതായത് ഇപ്പം ഇംഗ്ലീഷ് 2 പേർക്ക് അറിയാമെന്ന് വിചാരിക്കുക. ഇംഗ്ലീഷ് ഭാഷ 2 പേർക്ക് അറിയാം. അവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. പക്ഷെ അവർ 2 പേരുടെയും ഭാഷ ഇംഗ്ലീഷ് അല്ല, മറ്റേതെങ്കിലും ഭാഷകളാണ്. പക്ഷേ സംസാരിക്കുന്ന ആളും മനസ്സിലാക്കുന്ന ആളും അയാൾക്ക് ആ ഭാഷ പറയുന്നത് മനസ്സിലാവുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാളുടെ തലച്ചോറിലേക്കാണ് അത് കിടക്കുന്നത്. കാര്യം പറയുന്നത് മനസ്സിലാവുന്നു. പക്ഷേ സ്വന്തം ഭാഷയിൽ ഇപ്പം മലയാളികൾ 2 പേരും മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അവിടെ ഈ ഭാഷ അല്ലെങ്കിൽ പറയുന്ന കാര്യം, അതിലെ ആശയം തലച്ചോറിലേക്കല്ല പോകുന്നത്, നേരെ മനസ്സിലേക്കാണ്. അതിൻ്റെ വൈകാരികത കൂടിയാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രകാശ് രാജ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഞാൻ ഉണ്ണുന്ന ചോറ് പോലെ, എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെ പോലെ, എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹത്തിന് ഭാഷ, കന്നഡ ഭാഷ എന്ന് പറയുന്നത് വായുവിനെ പോലെയാണ്, ചോറ് പോലെയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് എണ്ണിത്തീർത്ത നക്ഷത്രങ്ങളെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ കന്നഡ ഭാഷയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ രണ്ടിടത്തും 2 പേരും, നെൽസൺ മണ്ടേല ആയിക്കൊള്ളട്ടെ പ്രകാശ് രാജ് ആയിക്കൊള്ളട്ടെ, 2 പേരും പറയുന്നത് എന്താണ്?
ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ജീവൻ തന്നെയാണ്, ജീവിതം തന്നെയാണ് മാതൃഭാഷ എന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ നിങ്ങൾ ഉൾക്കൊള്ളിക്കണമായിരുന്നു. അതുപോലെ തന്നെ മാതൃഭാഷ അന്യമാകുന്നതിലൂടെ ഭാഷ മാത്രമല്ല നമ്മുടെ സംസ്കാരം, മാതാപിതാക്കൾ എല്ലാം അന്യമാകുന്ന അവസ്ഥ വരും എന്ന കാര്യം നിങ്ങൾ ഉൾക്കൊള്ളിക്കണമായിരുന്നു. മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്നതിൻ്റെ സൂചന. ജീവനദി എന്താണ്? ജീവരക്തമാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ മാതൃഭാഷയും എന്ന ഒരു ആശയം കൂടി ഇവിടെ ഉൾക്കൊള്ളിക്കണമായിരുന്നു. ഭാഷ ഒരു സംസ്കാരമാണ് എന്ന രീതിയിൽ മാതൃഭാഷ വളരേണ്ടതിൻ്റെ പ്രശസ്തി നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണമായിരുന്നു പ്രഭാഷണം എഴുതേണ്ടിയിരുന്നത്. ഇത്രയും കാര്യമാണ് ഇവിടെ ഉൾക്കൊള്ളിക്കേണ്ടിയിരുന്നത്. അപ്പോൾ അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക? നന്ദിയും കൂടി പറഞ്ഞു വേണമായിരുന്നു പ്രഭാഷണം അവസാനിപ്പിക്കേണ്ടിയിരുന്നത്. ഇനി അല്ലെങ്കിൽ അടുത്ത ചോദ്യമാണ് ബി ക്വസ്റ്റ്യൻ. ആശയം, ആസ്വാദന അംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. മുളപ്പുകൾ എന്നതാണ് കവിതയുടെ പേര്. മഹാനദികളൊഴുകി കടലു തൊട്ടെന്ന് കരുതി കുഞ്ഞരുവികളൊഴുക്ക് മധ്യേ നിർത്തേണ്ടതുണ്ടോ? വൻമരങ്ങൾ ആകാശം മുട്ടിയെന്നു കരുതി ചെറുമുളകൾ തളിർക്കാതിരിക്കേണ്ടതുണ്ടോ? ഒരരുവിയും തൊടാത്ത ഒരു കടലുണ്ടാവില്ലേ? ഒരു മരവും മുട്ടാത്ത ഒരാകാശമുണ്ടാവില്ലേ? എത്ര ഇറുത്തു കളഞ്ഞാലും തഴയ്ക്കാതിരിക്കാനാവില്ലല്ലോ നീതിക്കു വേണ്ടിയുള്ള മുളപ്പുകൾ പിന്നെയും. എം.ആർ. രേണുകുമാറിൻ്റെ മുളപ്പുകൾ എന്ന കവിതയാണിത്. അപ്പോൾ ഇതിലെ എന്ത് ചെയ്യുക? ഇതിൻ്റെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആശയം, ആസ്വാദന അംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവയാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിന് മുളപ്പുകൾ. അപ്പോൾ ഇതിൻ്റെ ഉചിതമായിട്ടുള്ള തലക്കെട്ടാണ് എന്നത് ആദ്യം തന്നെ എഴുതുക. മുളപ്പുകൾ എന്ന് പറയുമ്പോൾ പുതിയ മുളകൾ വരുന്നു, പുതുതായുള്ള ജീവൻ ഉണർന്നു വരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും ഉണ്ടായി വരുന്നു എന്നതിൻ്റെ സൂചനയാണ് മുളപ്പുകൾ. മഹാനദികൾ ഒഴുകി കടൽ തൊട്ടെന്ന് കരുതി കുഞ്ഞരുവികൾ ഒഴുക്ക് മധ്യേ നിർത്തേണ്ടതുണ്ടോ? അതായത് വലിയ വലിയ നദികൾ ഒഴുകി കടൽ തൊടുന്നു എന്ന് കരുതി കുഞ്ഞരുവികൾക്ക്, കടൽ തൊടാൻ കഴിയത്തില്ലാത്ത കുഞ്ഞരുവികൾക്ക് അതിൻ്റെ ഒഴുക്ക് മധ്യേ വെച്ച് പകുതി വെച്ച് നിർത്തേണ്ട കാര്യം ഉണ്ടോ? ഈ കുഞ്ഞരുവികളെല്ലാം കൂടി ചേർന്നതാണ് ഈ മഹാനദി എന്ന് ഒരിക്കലും ഈ മഹാനദികൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ കുഞ്ഞരുവികൾക്കും അതിൽ പ്രാധാന്യമുണ്ട്. വലിയ അരുവികൾ കടൽ തൊട്ടു എന്ന് കരുതി കുഞ്ഞരുവികൾ തങ്ങളുടെ പ്രയത്നം നിർത്തേണ്ട കാര്യം ഇല്ല, അല്ലെങ്കിൽ തൻ്റെ ധർമ്മം ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. വൻമരങ്ങൾ ആകാശം മുട്ടിയെന്ന് കരുതി ചെറുമുളകൾ തളിർക്കാതിരിക്കേണ്ടതുണ്ടോ? വലിയ വലിയ മരങ്ങൾ ആകാശം മുട്ടെ വളർന്നു എന്ന് കരുതി ചെറിയ മരങ്ങൾ, ചെറു മുളകൾ തളിർക്കാതിരിക്കേണ്ടതുണ്ടോ? തങ്ങൾക്ക് ആകാശം മുട്ടാൻ സാധിക്കില്ല എന്ന് കരുതി ചെറിയ സസ്യങ്ങൾക്ക് അല്ലെങ്കിൽ മുളകൾക്കൊക്കെ വളരാതിരിക്കേണ്ടതുണ്ടോ എന്നാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഇനി ഒരരുവിയും തൊടാത്ത ഒരു കടലുണ്ടാവില്ലേ? ഒരരുവിയും തൊടാത്ത ഒരു കടൽ ഉണ്ടാവില്ലേ? ഒരു മരവും മുട്ടാത്ത ഒരാകാശം ഉണ്ടാവില്ലേ? മരങ്ങളൊന്നും മുട്ടാത്ത ഒരാകാശവും ഉണ്ടാവില്ലേ? എത്ര ഇറുത്ത് കളഞ്ഞാലും തഴയ്ക്കാതിരിക്കാനാവില്ലല്ലോ നീതിക്ക് വേണ്ടിയുള്ള മുളപ്പുകൾ പിന്നെയും. എത്രയെത്ര അറുത്ത് കളഞ്ഞാലും നീതിക്ക് വേണ്ടിയുള്ള മുളപ്പുകൾ പിന്നെയും വന്നുകൊണ്ടേയിരിക്കും. അവ തനിക്ക് ആ ആകാശത്തെത്താൻ കഴിയില്ല, അല്ലെങ്കിൽ തനിക്ക് ആ മഹാനദിയിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്നതുകൊണ്ട് അവ പകുതിക്ക് വെച്ച് തൻ്റെ ധർമ്മം അല്ലെങ്കിൽ തൻ്റെ കർത്തവ്യം ഉപേക്ഷിക്കുന്നില്ല. പിന്നെയും അത് മുളച്ച് വന്നുകൊണ്ടേയിരിക്കുമെന്നാണ് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ആശയം, പ്രധാന ആശയം ഇതാണ്. അപ്പോൾ കവിയെ അവിടെ പരിചയപ്പെടുത്തുക എം.ആർ. രേണുകുമാറാണ്. പിന്നീട് കവിതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക, അതിൻ്റെ ആശയങ്ങൾ ഇതൊക്കെയാണ്. ആശയങ്ങൾ പറയുക, ആസ്വാദന അംശങ്ങൾ, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ആസ്വദിക്കാൻ കഴിഞ്ഞത് എന്നത് ചേർത്ത് എഴുതുക. സമാന കവിതകളുമായുള്ള ബന്ധം താരതമ്യം ചെയ്യുക. ഇതേ ആശയം വരുന്ന മനുഷ്യൻ്റെ പ്രയത്നത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ നമ്മൾ തളർന്നു പോകാതിരിക്കേണ്ടതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ആ ആശയങ്ങൾ വരുന്ന കവിതകളുമായുള്ള ബന്ധം എഴുതാം. സമകാലിക പ്രസക്തി കണ്ടെത്തി എഴുതുക. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. എത്രയോ കുട്ടികളല്ലേ ചെറിയ ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു എന്ന് കരുതി പോലും ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും മനനൊന്ത് ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല, പ്രയത്നത്തിൻ്റേതാണ്
കഷ്ടപ്പാടിൻ്റെയാണ്, നമ്മുടെ പോരാട്ടത്തിൻ്റെയാണ് ജീവിതം എന്നത് മനസ്സിലാക്കണം. അതും കൂടെ ഉൾപ്പെടുത്തുക. അപ്പോൾ സമകാലിക പ്രസക്തിയുള്ള കവിതയാണ്. ലളിതമായ ഭാഷയിലുള്ള അവതരണമാണ് ഈ ഒരു കവിതയിൽ കൊടുത്തിട്ടുള്ളത്. അല്ലേ, ഏതൊരു കുട്ടിക്കും വായിച്ചാൽ മനസ്സിലാവുന്ന ആശയമാണ് ഈ ഒരു കവിതയിൽ കൊടുത്തിട്ടുള്ളത്. ഭാഷ ശൈലിയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ കവിതയ്ക്ക് ആസ്വാദനം എഴുതേണ്ടിയിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു മലയാളം കേരള പാഠാവലി ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഇതാണ് ഇതിൻ്റെ ഉത്തര സൂചിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടാൻ എത്ര മാർക്ക് കിട്ടും അല്ലെങ്കിൽ എത്ര മാർക്സിനുള്ളിൽ കിട്ടും എന്ന് കൃത്യമായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. 90% ഓഫ് വ്യൂവേഴ്സ് അൺസബ്സ്ക്രൈബഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റുള്ള ചാനൽസും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.